ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അബിഗൽ എന്ന പെൺകുട്ടിയെയാണ് കാണിക്കുന്നത്. ഡാൻസിനു ശേഷം അവൾ തൻ്റെ ആഡംബര കാറിൽ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് ആയുധധാരികളായ 6 പേർ അബിഗലിൻ്റെ കാറിനെ പിന്തുടർന്ന് അവളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്നു. അവർ അബിഗലിനെ ഇഞ്ചക്ഷൻ കുത്തി മയക്കുകയും അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകാനായി ശ്രമിക്കുകയുമാണ്. ഈ ഒരു സമയത്ത് അബിഗലിൻ്റെ വീട്ടിലെ സെക്യൂരിറ്റി സിസ്റ്റം ഓണാവുകയും അബിഗലിൻ്റെ പിതാവ് അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴേക്കും അബിഗലിൻ്റെ പിതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ആ 6 അംഗ സംഘം അബിഗലിനെയും തട്ടിയെടുത്ത് അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു. ശേഷം അവരെ ഈ ദൗത്യം ഏൽപ്പിച്ചിരുന്ന ലാംബർട്ടിൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ്. അബിഗലിൻ്റെ സമ്പന്നനായ പിതാവിനോട് $50 ദശലക്ഷം മോചനദ്രവ്യമായി ആവശ്യപ്പെടാനായിരുന്നു ലാംബർട്ടിൻ്റെ ഉദ്ദേശം. എന്നാൽ ലാംബർട്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്നിരുന്ന ആ ഒരു കൂറ്റൻ മാളികയിൽ 24 മണിക്കൂർ അവളെ സംരക്ഷിക്കണമെന്ന് ലാംബർട്ട് തൻ്റെ സംഘാംഗങ്ങളോട് നിർദ്ദേശിച്ചു. മോചനദ്രവ്യമായി കിട്ടുന്ന തുകയിൽ നിന്നും ലാംബർട്ട് അവർക്ക് നല്ലൊരു വിഹിതം വാഗ്ദാനം ചെയ്തിരുന്നു. സ്വന്തം പേരുകൾ വെളിപ്പെടുത്തരുതെന്ന് ലാംബർട്ട് ആ 6 പേരോടും നിർദ്ദേശിച്ചു. മാത്രവുമല്ല, ലാംബർട്ട് അവരുടെ ഏവരുടെയും മൊബൈൽ ഫോണുകൾ വാങ്ങിവെച്ചു. പോലീസ് അവരെ ട്രാക്ക് ചെയ്യാതിരിക്കാനായിരുന്നു ലാംബർട്ട് അപ്രകാരം ചെയ്തിരുന്നത്. പോകുന്നതിന് മുൻപ് ലാംബർട്ട് അവർക്ക് ഒരു നിർദ്ദേശം കൂടി നൽകി. ജോയി അല്ലാതെ ആരും അബിഗലിൻ്റെ മുറിയിലേക്ക് പോകരുത്. അബിഗലിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടണം. മാത്രവുമല്ല, നിങ്ങൾ എത്ര പേരുണ്ടെന്ന് അവൾ അറിയുകയുമരുത്. എന്നിരുന്നാലും അബിഗലിൻ്റെ അച്ഛൻ്റെ പേര് ലാംബർട്ട് അവരോട് വെളിപ്പെടുത്തിയിരുന്നില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന ഫ്രാങ്ക് പോലീസ് ഡിറ്റക്റ്റീവായിരുന്നു. അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് ആളുകളുടെ പണം തട്ടിയിരുന്ന സാമി എന്ന യുവതിയും അക്കൂട്ടത്തിലുണ്ട്. പിന്നീട് ജോയി അവർ ബന്ദിയാക്കിയിരുന്ന അബിഗലിൻ്റെ പക്കലേക്ക് ചെന്നു. അബിഗലിൻ്റെ പ്രായത്തിലുള്ള ഒരു മകൻ ജോയിക്കുമുണ്ട്. അതിനാൽ തന്നെ ജോയ് വിഷമം തോന്നി. ലാംബർട്ടിൻ്റെ നിർദ്ദേശം ലംഘിച്ച് അബിഗലിൻ്റെ കണ്ണിൽ കെട്ടിയിരുന്ന തുണി അഴിച്ചുമാറ്റി. മാത്രവുമല്ല, നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് ജോയി അബിഗലിനോട് പറഞ്ഞു. പിന്നീട് അബിഗൽ ജോയിയോട് അവളുടെ മകനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. മകനെ നന്നായി പരിപാലിക്കണമെന്ന് അബിഗൽ സ്നേഹത്തോടെ ജോയിയോട് പറഞ്ഞു. എൻ്റെ അച്ഛനെ എന്നെ ഇഷ്ടമല്ലെന്നും അതിനാൽ തന്നെ അദ്ദേഹം നിങ്ങൾക്ക് മോചനദ്രവ്യം നൽകില്ലെന്നും അബിഗൽ ജോയിയെ അറിയിച്ചു. ഈ ഒരു കാര്യം ജോയി കൂട്ടത്തിലുണ്ടായിരുന്ന ഫ്രാങ്കിനെ അറിയിച്ചു. അതോടുകൂടി നമ്മൾ ആരുടെ മകളെയാണ് തട്ടിക്കൊണ്ടുവന്നത് എന്ന് നമുക്കറിയണമെന്ന് ഫ്രാങ്ക് അബിഗലിന് മറുപടി നൽകി. സംശയം തീർക്കാനായി ഫ്രാങ്ക് അബിഗലിൻ്റെ റൂമിലേക്ക് ചെന്നു. ഈ സമയത്ത് അവൻ മുഖം മറയ്ക്കാൻ മറന്നിരുന്നു. അബിഗലിനു നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഫ്രാങ്ക് അവളുടെ പിതാവിൻ്റെ പേര് ചോദിച്ചു. ക്രിസ്റ്റഫർ എന്ന അവളുടെ പിതാവിൻ്റെ പേര് കേട്ടപാടെ ഫ്രാങ്ക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അതിക്രൂരനായ മോൺസ്റ്ററാണ് ക്രിസ്റ്റഫർ എന്ന് ഭീതിയോടെ ഫ്രാങ്ക് തൻ്റെ സംഘാംഗങ്ങളെ അറിയിച്ചു. ഭയചകിതനായി ഫ്രാങ്ക് ഈ ഒരു കൊട്ടേഷനിൽ നിന്നും ഒഴിവാകാനായി ശ്രമിച്ചെങ്കിലും ജോയി അവനെ പിന്തിരിപ്പിച്ചു. പിന്നീട് ഫ്രാങ്ക് ക്രിസ്റ്റഫറിനെ പറ്റി തനിക്കറിയാവുന്ന ഒരു കാര്യം അവരോട് വെളിപ്പെടുത്തുകയാണ്. ഒരിക്കൽ 3 പോലീസുകാർ ക്രിസ്റ്റഫറിൻ്റെ സംഘത്തിനു നേരെ നിയമ നടപടികൾ സ്വീകരിച്ചു. അതോടെ ക്രിസ്റ്റഫർ ആ 3 പോലീസുകാർക്ക് നേരെയും വധഭീഷണി മുഴക്കി. അതോടെ ആ 3 പോലീസുകാരെയും അതീവ സുരക്ഷയുള്ള റൂമിലേക്ക് മാറ്റി. നിരവധി പോലീസുകാർ ആ റൂമിന് മുന്നിൽ കാവൽ നിന്നു. ആ മുറിയിലേക്ക് പ്രവേശിക്കാൻ ഒരു ജനലും ഒരു വാതിലും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിറ്റേന്ന് രാവിലെ ഈ 3 പോലീസുകാരെയും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇത് കേട്ട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി. അതോടെ അവരേവരും പല വഴിക്കായി തിരിഞ്ഞ് അക്രമികൾ ആരെങ്കിലും ബംഗ്ലാവിനകത്തേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധന ആരംഭിച്ചു. ഈ നേരത്താണ് കൂട്ടത്തിലുണ്ടായിരുന്ന സാമി തൻ്റെ സംഘാംഗമായ ഡീനിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. സാമി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നു. എന്നാൽ തലയറുത്തു മാറ്റപ്പെട്ട നിലയിലുള്ള ഡീനിൻ്റെ മൃതശരീരമാണ് അവൾക്ക് കാണാനായി സാധിച്ചത്. അലറിക്കറിഞ്ഞുകൊണ്ട് സാമി ഇക്കാര്യം മറ്റുള്ളവരെ അറിയിച്ചു. ഇത് കണ്ട് ഭീതിയോടെ അവർ അബിഗലിൻ്റെ മുറിയിലേക്ക് ചെന്നു നോക്കി. അബിഗൽ എപ്പോഴും അവിടെ ക്ഷീണിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. ഭയന്നുറച്ച കൂട്ടത്തിലുണ്ടായിരുന്ന റിക്കിൾസ് തനിക്ക് പണം വേണ്ടെന്നും പറഞ്ഞ് ആ മാളികയിൽ നിന്നും പുറത്തു കടക്കാനായി ശ്രമിക്കുകയാണ്. ഒരു സമയത്താണവർ പുറത്തേക്ക് കടക്കാനുള്ള എല്ലാ വഴികളും ഇരുമ്പ് ഗേറ്റുകൾ ഉപയോഗിച്ച് അടച്ചിരിക്കുന്ന കാര്യം
ഭീതിയോടെ തിരിച്ചറിയുന്നത്. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് പുറത്തു കടക്കാനായി സാധിച്ചിരുന്നില്ല. ആ മാളികയിൽ ഒരു കൊലയാളിയുണ്ടെന്ന് ഏവർക്കും അറിയാം. ഓട്ടോമാറ്റിക്കായി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വാതിലുകളും ജനാലകളും ലോക്ക് ചെയ്യപ്പെട്ടു. ഇതേപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കാനായി ജോയി അബിഗലിൻ്റെ പക്കലേക്ക് ചെന്നു. അതോടെ ഫ്രാങ്ക് തൻ്റെ അച്ഛൻ്റെ ആളാണെന്ന് അബിഗൽ ജോയിയോട് പറയുകയാണ്. ദേഷ്യത്തോടെ അവൾ ഫ്രാങ്കിൻ്റെ പക്കലേക്ക് ചെല്ലുന്ന സമയത്താണ് റിക്കിൾസ് അതിക്രൂരമായി കൊല്ലപ്പെട്ട വസ്തുത അവൾ തിരിച്ചറിയുന്നത്. ഭയചകിതയായി ജോയി ഫ്രാങ്കിന് നേരെ തോക്കു ചൂണ്ടി. ഫ്രാങ്ക് അവളെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനായി ശ്രമിച്ചു. അബിഗൽ കള്ളം പറയുകയാണെന്ന് ഫ്രാങ്ക് പറഞ്ഞെങ്കിലും ജോയി അത് വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ സംശയ നിവാരണത്തിനായി ഏവരും ചേർന്ന് അബിഗലിൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അബിഗൽ തൻ്റെ വിലങ്ങുകൾ തനിയെ അഴിക്കുന്ന നിഗൂഢമാർന്ന കാഴ്ചയാണ് അവർക്ക് കാണാനായി സാധിച്ചത്. ഈ ഒരു സമയത്താണ് അബിഗൽ ക്രൂരയായൊരു വാമ്പയറാണ് എന്നുള്ള സത്യം ഏവരും ഭീതിയോടെ തിരിച്ചറിയുന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന പീറ്ററിനെ അബിഗൽ ആക്രമിക്കാനായി ശ്രമിച്ചതോടെ ഫ്രാങ്ക് അബിഗലിൻ്റെ നെറ്റിയിലേക്ക് നിറയൊഴിച്ചു. എന്നാൽ അല്പസമയത്തിനകം തന്നെ അബിഗലിൻ്റെ മുറിവ് കരിഞ്ഞുണങ്ങുകയും അവൾ എഴുന്നേൽക്കുകയും ചെയ്തു. അവിശ്വസനീയമായ ഈ ഒരു കാഴ്ച കണ്ട് ഏവരും അബിഗലിനെ അവിടെ പൂട്ടിയിട്ട് തിരിഞ്ഞോടി. ഈ ഒരു സമയത്താണ് അവളുടെ അച്ഛനും ഒരു വാമ്പയർ ആയിരിക്കുമെന്നും അതിനാലാണ് ഏവരും അയാളെ ഭയപ്പെടുന്നതെന്നും അവർ മനസ്സിലാക്കി. ക്രിസ്റ്റഫറിന് വേണ്ടി അബിഗൽ നിരവധി കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അബിഗലിനെ കൊല്ലേണ്ടി വരുമെന്ന് ഏവരും ചേർന്ന് കണക്കുകൂട്ടി. പക്ഷെ ജോയി അതിനെ എതിർത്തു. നമുക്ക് അബിഗലിനെ ലാംബർട്ടിനെ കൈമാറിക്കൊണ്ട് പണവുമായി പോകാമെന്നായിരുന്നു അവളുടെ നിലപാട്. പക്ഷേ അവളുടെ വാക്കുകൾ ആരും തന്നെ മുഖവിലക്കെടുത്തിരുന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്നായിരുന്നു മറ്റുള്ളവരുടെ തീരുമാനം. അങ്ങനെ മറ്റുള്ള 3 പേരും വെളുത്തുള്ളിയും കുരിശുമെല്ലാമായി അബിഗലിനെ കൊലപ്പെടുത്താനായി അവളുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അവളുടെ ബെഡിൽ അബിഗൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ അബിഗലിനായുള്ള അന്വേഷണം ആരംഭിച്ചു. ഈ ഒരു സമയത്ത് അബിഗൽ ശിരസ് ഛേദിച്ചു മാറ്റിയിരുന്ന ഡീനിൻ്റെ മൃതശരീരത്തോടൊപ്പം കളിക്കുകയായിരുന്നു. അവർ കൊണ്ടുപോയിരുന്ന വെളുത്തുള്ളിയും കുരിശുമൊന്നും അബിഗലിനെ ഏറ്റിരുന്നില്ല. അബിഗൽ അവരെ 3 പേരെയും അതിക്രൂരമായി ആക്രമിച്ചു. പ്രാണരക്ഷാർത്ഥം അവർ 3 പേരും അവിടെ നിന്നും ജോയിയുടെ പക്കലേക്ക് ഓടി. അബിഗലിനെ നമുക്ക് ഇഞ്ചക്ഷൻ കുത്തി മയക്കാമെന്ന് ജോയി നിർദ്ദേശിച്ചു. അങ്ങനെ അവർ വീണ്ടും ഇഞ്ചക്ഷൻ കുത്താനായി അബിഗലിനായുള്ള അന്വേഷണം ആരംഭിച്ചു. ഈ ഒരു സമയത്ത് സാമി ആ മാളികക്കകത്തുണ്ടായിരുന്ന ഒരു ചെളിക്കുണ്ടിലേക്ക് വീണിരുന്നു. ആ ചെളിക്കുണ്ടിൽ അബിഗൽ കൊലപ്പെടുത്തിയിരുന്ന നിരവധി പേരുടെ മൃതശരീരങ്ങളുണ്ടായിരുന്നു. പിന്നീട് അവർ 4 പേരും ചേർന്ന് അബിഗലിൻ്റെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ കുത്തിവെക്കാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന സാമിക്ക് അബിഗലിൻ്റെ പക്കൽ നിന്നും കടിയേറ്റിരുന്നു. പീറ്റർ അബിഗലിൻ്റെ ശരീരത്തിലേക്ക് ചാടി വീണതോടെ ജോയിക്ക് അബിഗലിൻ്റെ ശരീരത്തിൽ മയക്കുമരുന്ന് കുത്തിവെക്കാനായി സാധിച്ചിരുന്നു. പിന്നീട് ബോധം വരുമ്പോൾ അബിഗൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സെല്ലിനകത്തായിരുന്നു. ഈ ഒരു സമയത്ത് അവർ ഞെട്ടിപ്പിക്കുന്നൊരു സത്യം അബിഗലിൽ നിന്നും മനസ്സിലാക്കുകയാണ്. സത്യത്തിൽ അവർ അബിഗലിനെയല്ല, അബിഗൽ അവരെയാണ് തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവരെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചിരുന്ന ലാംബർട്ട് അബിഗലിൻ്റെ ആളാണ്. കൊച്ചുകുട്ടിയെപ്പോലെ തോന്നിച്ചിരുന്നെങ്കിലും അബിഗൽ ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 100 വർഷത്തോളമായി. എൻ്റെ അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ട്രാപ്പിലാക്കിയതെന്ന് അബിഗൽ അവരോട് പറഞ്ഞു. ഹാക്കറായിരുന്ന സാമി അബിഗലിൻ്റെ അച്ഛൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുകയും ദശലക്ഷക്കണക്കിന് ഡോളർ മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഫ്രാങ്ക് പോലീസുകാരനായിരുന്ന സമയത്ത് ക്രിസ്റ്റഫറിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. ഡോക്ടറായ ജോയി അബിഗലിൻ്റെ അച്ഛനെ തെറ്റായ ഓപ്പറേഷൻ നടത്തുകയും അദ്ദേഹത്തിന് വല്ലാത്ത വേദന സമ്മാനിക്കുകയും ചെയ്തിരുന്നു. ശേഷം അവർ ആ മാളികയിൽ നിന്നും പുറത്തു കടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാനായി അന്വേഷണം ആരംഭിച്ചു. അബിഗലിനെ കാവലായി ഫ്രാങ്ക് അവൾക്കരികിലിരുന്നു. എന്നെ ഇവിടെ നിന്നും പുറത്താക്കിയാൽ ഞാൻ നിന്നെ മാത്രം വെറുതെ വിടാമെന്ന് അബിഗൽ ഫ്രാങ്കിനോട് പറഞ്ഞു. അതോടെ ഫ്രാങ്ക് ഈ ബിൽഡിങ്ങിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴി എങ്ങനെയാണെന്ന് അവളോട് ചോദിക്കുകയാണ്. ആ വഴി പറഞ്ഞു തന്നാൽ ഞാൻ നിന്നെ തുറന്നു വിടാമെന്ന് അവൻ അവളോട് പറഞ്ഞു. ഈ മാളികയിൽ ഒരു ലൈബ്രറി ഉണ്ടെന്നും അതിലുള്ള ഷെൽഫ് വഴി പുറത്തേക്ക് കടക്കാമെന്നും അബിഗൽ ഫ്രാങ്കിനോട് പറഞ്ഞു. ഇത് കേട്ടപാടെ ഫ്രാങ്ക്
അബിഗലിനെ തുറന്നുവിടാതെ ആ ഒരു ഷെൽഫ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അതോടെ കോപാകുലയായ അബിഗൽ ഇരുമ്പ് കൂട് തകർക്കുകയും ഫ്രാങ്കിനെ ആക്രമിക്കാനായി ശ്രമിക്കുകയുമാണ്. ഈ ഒരു സമയമായപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. ഈ കാഴ്ച കണ്ടാണ് ജോയി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. ജോയി അവിടെയുണ്ടായിരുന്ന മരപ്പലകകൾ അടിച്ചു തകർത്തു. അതോടെ സൂര്യപ്രകാശം അകത്തേക്ക് പ്രവേശിച്ചു. സൂര്യപ്രകാശം ഏറ്റതോടെ അബിഗലിൻ്റെ ഒരു കൈ ചിന്നിച്ചിതറി. അബിഗൽ ഇരുണ്ട സ്ഥലത്തേക്ക് മാറിയതോടെ തലസ്ഥാനത്ത് അവൾക്ക് പുതിയ കൈ മുളച്ചു വന്നു. ശേഷം അവർ 4 പേരും സൂര്യപ്രകാശം പതിച്ചിരുന്ന സുരക്ഷിതമാർന്ന സ്ഥാനത്തേക്ക് മാറി. ഈ നേരത്ത് ഫ്രാങ്ക് ലൈബ്രറിയിലുള്ള അബിഗൽ പറഞ്ഞിരുന്ന ഷെൽഫ് പരിശോധിച്ചിരുന്നു. അബിഗൽ ഫ്രാങ്കിനെ പറ്റിച്ചതായിരുന്നു. അതുവഴി പുറത്തേക്ക് കടക്കുവാനായി സാധിക്കുമായിരുന്നില്ല. സൂര്യൻ അസ്തമിച്ചാൽ അബിഗൽ തങ്ങളെ വീണ്ടും ആക്രമിക്കാനായി വരുമെന്നും അതിനാൽ തന്നെ ഈ സ്ഥലം സുരക്ഷിതമല്ലെന്നും അവർക്കറിയാമായിരുന്നു. അങ്ങനെ അവർ പുറത്തു കടക്കാനുള്ള വഴിക്കായി അന്വേഷണം ആരംഭിച്ചു. ഈ ഒരു സമയത്ത് അബിഗൽ കടിച്ചിരുന്ന സാമി ഒരു വാമ്പയറായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതോടുകൂടി സാമി അബിഗലിൻ്റെ നിയന്ത്രണത്തിലായി. ഉടൻ തന്നെ സാമി തനിക്കൊപ്പമുണ്ടായിരുന്ന പീറ്ററിനെ കൊലപ്പെടുത്തി. ഈ ഒരു ഭീകരമായ കാഴ്ച വീക്ഷിച്ചുകൊണ്ടാണ് ജോയിയും ഫ്രാങ്കും അങ്ങോട്ടേക്ക് എത്തുന്നത്. അതോടുകൂടി സാമി അവരെയും ആക്രമിക്കാനായി ശ്രമിക്കുകയാണ്. കയ്യിൽ കിട്ടിയ കണ്ണാടി ഉപയോഗിച്ച് സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് ജോയി സാമിയെ കൊലപ്പെടുത്തി. അങ്ങനെ ഭീതിയോടെ നിൽക്കുന്ന സമയത്താണ് ലൈബ്രറിയുടെ ഷെൽഫിലുള്ള വാതിൽ ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അതിലൂടെ ഇരുവരും അവിടെ ഉണ്ടായിരുന്ന കൺട്രോൾ റൂമിലേക്കാണ് എത്തിച്ചേർന്നിരുന്നത്. അവിടെ ലാംബർട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ലാംബർട്ടും ഒരു വാമ്പയറാണെന്നുള്ള സത്യം ഇരുവരും ഭീതിയോടെ തിരിച്ചറിയുന്നത്. ലാംബർട്ടിനു നേരെ അവർ നിറയൊഴിച്ചെങ്കിലും അതൊന്നും അവൻ ഏറ്റിരുന്നില്ല. 2 വർഷം മുൻപ് അബിഗൽ എന്നെ ഒരു വാമ്പയറാക്കി മാറ്റിയെന്ന് ലാംബർട്ട് അവരോട് പറഞ്ഞു. അന്നു തൊട്ട് ഞാൻ അബിഗലിന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ആളുകളെ അബിഗലിന് എത്തിച്ചു കൊടുത്തിരുന്നത് താനാണെന്നും അയാൾ വെളിപ്പെടുത്തി. അബിഗലിൻ്റെ പിതാവിനെ ഉപദ്രവിച്ചിരുന്നവരെയാണ് അബിഗൽ നോട്ടം വെച്ചിരുന്നത്. ലാംബർട്ടിൻ്റെ കുടുംബത്തെ വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അബിഗൽ അവനെക്കൊണ്ട് തനിക്കായുള്ള ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നത്. അതിനാൽ തന്നെ അബിഗലിനോട് പ്രതികാരം ചെയ്യണമെന്ന് ലാംബർട്ടും ആഗ്രഹിച്ചിരുന്നു. അയാൾ ഫ്രാങ്കിൻ്റെ പിന്തുണ തേടി. ഫ്രാങ്ക് അതിന് സമ്മതം മൂളി. അങ്ങനെ ലാംബർട്ട് ഫ്രാങ്കിനെ കടിക്കുകയും അവനെ ഒരു വാമ്പയറാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ വാമ്പയറായി മാറിയതോടെ ഫ്രാങ്കിൻ്റെ സ്വഭാവം മാറി. അവൻ ഹൃദയത്തിലേക്ക് കുത്തി ലാംബർട്ടിനെ കൊലപ്പെടുത്തി. അബിഗലിനെയും അവരുടെ പിതാവായ ക്രിസ്റ്റഫറിനെയും കൊന്നു അവരുടെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഫ്രാങ്കിൻ്റെ ഉദ്ദേശം. ഈ ഒരു സമയത്ത് അബിഗൽ അങ്ങോട്ടേക്ക് എത്തുകയും ഫ്രാങ്കിനെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഫ്രാങ്ക് വളരെ ശക്തനായി മാറിക്കഴിഞ്ഞിരുന്നതിനാൽ അബിഗലിനെ അതിന് സാധിച്ചിരുന്നില്ല. ഈ സമയം ജോയി വീടിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ നിർജ്ജീവമാക്കുകയും തൻ്റെ മൊബൈൽ ഫോൺ അവിടെ നിന്നും കൈക്കലാക്കുകയും ചെയ്തിരുന്നു. ജോയി തൻ്റെ മകനെ വിളിക്കാനായി ശ്രമിക്കുകയും വോയിസ് മെസ്സേജ് അയക്കുകയും ചെയ്തു. ഈ നേരം ഫ്രാങ്ക് അങ്ങോട്ടേക്കെത്തുകയും ജോയിയെ കടിച്ച് അവളെയും ഒരു വാമ്പയറാക്കി മാറ്റുവാനായി ശ്രമിക്കുകയാണ്. ഫ്രാങ്ക് അവളെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അബിഗൽ ജോയിയുടെ രക്ഷയ്ക്കെത്തി. നമുക്കൊരുമിച്ച് നിന്ന് ഫ്രാങ്കിനെ കൊലപ്പെടുത്താമെന്നും അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ വെറുതെ വിടാമെന്നും അബിഗൽ ജോയിയോട് പറഞ്ഞു. എന്നാൽ ഉടൻ തന്നെ ഫ്രാങ്ക് ജോയിയെ കടിക്കുകയും അബിഗലിനെ കൊലപ്പെടുത്താനായി അവളോട് ആജ്ഞാപിക്കുകയുമാണ്. എന്നാൽ ജോയി അതനുസരിക്കാതെ ഫ്രാങ്കിനെ കൊലപ്പെടുത്താനായി ശ്രമിച്ചു. ഈ ഒരു കാഴ്ച കണ്ട് അബിഗലും ഫ്രാങ്കിനെ ആക്രമിക്കാനെത്തി. ശേഷം അബിഗലും ജോയിയും ചേർന്ന് ഫ്രാങ്കിനെ കുത്തിക്കൊലപ്പെടുത്തുകയാണ്. ജോയിയെ കടിച്ചിരുന്ന ഫ്രാങ്ക് മരിച്ചതിനാൽ ജോയി ഒരു വാമ്പയറായി മാറിയിരുന്നില്ല. വാക്ക് പറഞ്ഞിരുന്നത് പോലെ ജോയിയെ വെറുതെ വിടാൻ അബിഗൽ തീരുമാനിച്ചു. തൻ്റെ പിതാവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാനായിരുന്നു അദ്ദേഹത്തെ ആക്രമിക്കുന്നവരെയെല്ലാം അബിഗൽ കൊലപ്പെടുത്തിയിരുന്നത്. ഈ ഒരു സമയത്താണ് അപ്രതീക്ഷിതമായി അബിഗലിൻ്റെ അച്ഛനായ ക്രിസ്റ്റഫർ അവിടേക്ക് കടന്നു വരുന്നത്. വാമ്പയറായ ക്രിസ്റ്റഫർ ജോയിയെ ഭക്ഷിക്കാനൊരുങ്ങി. എൻ്റെ ജീവൻ രക്ഷിച്ചത് ജോയിയാണെന്നും അവളെ വെറുതെ വിടണമെന്നും അബിഗൽ അച്ഛനോട് പറഞ്ഞു. അതോടെ ക്രിസ്റ്റഫർ ജോയിയെ പോകാൻ അനുവദിച്ചു. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ജോയിയെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.